വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ പ്രതികരണവുമായി കൃഷിമന്ത്രിയും കൽപ്പറ്റ എംഎൽഎയുമായ ടി സിദ്ദീഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയതിനെ തുടർന്നുണ്ടായ ദുരന്തമാണ് മേപ്പാടിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ടി സിദ്ദീഖ് പറഞ്ഞു. ചെറിയ മഴയിൽ തന്നെ അപകടം സംഭവിക്കുമെന്നതിന്റെ സൂചന മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണെന്നും അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ പാളിച്ചയുണ്ടായിട്ടുണ്ടെന്നും ടി സിദ്ദീഖ് ചൂണ്ടിക്കാട്ടി. നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകാതിരുന്ന സാഹചര്യം ഗൗരവമുള്ളതാണെന്നും സർക്കാർ അത് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട വലിയ ദുരന്തം മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ ചികിത്സയിലാണ്. ദിലീപ്, കിരൺകുമാർ, സൂരജ് യാദവ്, രജനീഷ്, തന്മയി ഘോഷ്, സഞ്ജയ് താപ്പൂർ എന്നിവരാണ് ചികിത്സ തേടിയെത്തിയത്. അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള NDRF സംഘങ്ങൾ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറും സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ മഴയിൽ തന്നെ അപകടം സംഭവിക്കുമെന്നതിന്റെ സൂചന മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൽ പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൗരവമായി കാണുന്നു. അതിൽ പരിശോധനയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതും നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകാതിരുന്ന സാഹചര്യവും ഗൗരവമുള്ളതാണ്. അത് സർക്കാർ പരിശോധിക്കും. ടി സിദ്ദീഖ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും. പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുൾ ആകുന്ന മൾട്ടി ഫംഗ്ഷൻ ഹാർഡോർ ലൈറ്റുകൾ. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.